നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ 1-2 ദിവസം ഇവിടെ ED റെയ്ഡും മറ്റുമൊക്കെ ആയിരുന്നല്ലോ എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്ത. അപ്പോൾ ശ്രദ്ധിക്കാതെ പോയ ഒരു വാർത്ത കൂടിയുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചിത്രം. മുസ്ലിം വേഷമിട്ട, അതായത് ഹിജാബിട്ട ഒരു വനിത നിലവിളക്ക് കൊളുത്തുന്നതാണ്. അത് വെറും വനിതയല്ല, മുസ്ലിം ലീഗിന് ആദ്യമായിട്ട് കിട്ടിയ ഒരു വനിത MLA ആണ്. അവർ ഹിജാബൊക്കെ ധരിക്കുന്നവരാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇവർ ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനിയാണ് എന്ന തരത്തിലൊക്കെ ചില വിവാദമുണ്ടായിരുന്നു. എന്തായാലും അവർ ജയിച്ചു. അവർ ഒരു പൊതുപരിപാടിയിൽ അവരുടെ വിശ്വാസമനുസരിച്ച് ഹറാമായിട്ടുള്ള നിലവിളക്ക് കൊളുത്തുകയാണ്. ഇവർ നിലവിളക്ക് കൊളുത്തിയില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല, ആരും അത് വെച്ചുകൊണ്ട് ഒരു വിവാദം ഉണ്ടാക്കാൻ പോണില്ല. കാരണം 10 വർഷത്തിന് മുമ്പ് തന്നെ, ശ്രദ്ധിച്ച് കേൾക്കണം, 10 വർഷത്തിന് മുൻപ് തന്നെ നാലകത്ത് സൂപ്പിമാരും അതുപോലെ തന്നെ അബ്ദുൾ റബ്ബുമാരും ഒക്കെ പരസ്യമായിട്ടവർ പറയുകയും നിലപാടെടുക്കുകയും ചെയ്താണ് ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് നിലവിളക്ക് കൊളുത്തുന്നത് ഹറാമാണ്, ഞങ്ങളത് ചെയ്യില്ലെന്ന്. മലയാളത്തിൻ്റെ മഹാനടൻ എന്നൊക്കെ പറയുന്ന മമ്മൂട്ടി കൂടി പങ്കെടുത്ത ഒരു വേദിയിൽ വെച്ച് അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ മന്ത്രി നിലവിളക്ക് കൊളുത്തിയില്ല. അതെന്താ കൊളുത്താൻ പറ്റാത്തതെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞാൻ കൊളുത്തില്ല, താങ്കൾക്ക് വേണമെങ്കിൽ കൊളുത്തിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ ആ വേദിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച കാഴ്ച വരെ കേരളം കണ്ടിട്ടുണ്ട്. പിന്നീട് അതങ്ങനെ തന്നെ അങ്ങ് വിട്ടുകൊടുത്തു. അവർ കത്തിക്കുന്നില്ലെങ്കിൽ വേണ്ട, അവരുടെ വിശ്വാസമനുസരിച്ച് അത് ഹറാമാണെങ്കിൽ വേണ്ട. അങ്ങനെ ചില ലീഗ് മന്ത്രിമാരും ചില MLA മാരും ലീഗ് MLA മാരും നിലവിളക്ക് കത്തിക്കത്തില്ലായിരുന്നു. എന്നാൽ ചില MLA മാർക്ക് ഇത് പ്രശ്നമില്ലായിരുന്നു. ആ സമയത്തൊക്കെ ഷാജിയൊക്കെ വലിയ മതേതരനായിട്ടാണ് മലയാളിയുടെ മുന്നിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത്. ഏത് ഷാജിയാണ് എന്ന് മനസ്സിലായോ? മതമാണ് ഞങ്ങൾക്ക് മുഖ്യമെന്ന് പറഞ്ഞ അതേ ഷാജി തന്നെ ആ സമയത്തൊക്കെ വലിയ മതേതരനായിരുന്നു. നിലവിളക്കൊക്കെ കൊളുത്തുമായിരുന്നു, കുഞ്ഞാലിക്കുട്ടി കൊളുത്തുമായിരുന്നു. കുഞ്ഞാലിക്കുട്ടിയൊക്കെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മതപാർട്ടിയിലായതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കാകാൻ യോഗ്യനായിട്ടൊരു വ്യക്തി തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി. ഞാനിത് ട്രോളാൻ വേണ്ടി പറയുന്നതല്ല, സത്യസന്ധമായിട്ട് തന്നെ പറയുന്നതാണ്. അദ്ദേഹത്തിനെതിരെ ചില അപകീർത്തികരമായിട്ടുള്ള ചില ആരോപണവും കേസും ഒക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ അറിവിൽ അദ്ദേഹം എന്തെങ്കിലും മതവർഗീയ രീതിയിലൊക്കെ പെരുമാറുന്നതോ ആരോടെങ്കിലും പറയുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സമീപിക്കുന്നവരോട് ആ രീതിയിൽ പെരുമാറുന്നതൊന്നും ഇന്ന് വരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ആരും പരാതി പറയുന്നതും കണ്ടിട്ടില്ല. ഈ അടുത്ത കാലത്ത് പോലും അദ്ദേഹം പറഞ്ഞത് മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് അത്ര നല്ലതല്ല എന്ന തരത്തിലാണ്. പാണക്കാട് തങ്ങളൊക്കെ അവരുടെ വലിയ ആളായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹം ഇങ്ങനൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. അതിനാൽ ഈ കുഞ്ഞാലിക്കുട്ടി നിലവിളക്ക് കൊളുത്തിയാലും കൊളുത്തിയില്ലെങ്കിലും അതിൽ വലിയ വാർത്തയൊന്നുമില്ല. ഈ KM ഷാജിയും അതുപോലെ തന്നെ ആ സമയത്ത് നിലവിളക്ക് കൊളുത്തുമായിരുന്നു. താൻ വലിയ മതേതരനാണ് എന്ന രീതിയിലാണ് KM ഷാജി നിന്നിരുന്നത്. പിന്നീട് ഇപ്പോഴാണല്ലോ ഈ നീലക്കുറുക്കൻ കൂവിയപ്പോൾ തനിനിറം വെളിച്ചത്തായതുപോലെ. ഇത് പലപ്പോഴും ഇവരിങ്ങനെയാണ്, അവർ ഈ മതേതരനാണ് എന്ന് നടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ കേരളത്തിൽ ഇങ്ങനെ കാണിക്കും. പക്ഷേ അവർക്ക് അവരുടെ സുരക്ഷിതമാണ് എന്ന് തോന്നുന്ന സ്ഥലത്തെത്തുമ്പോൾ അറിയാതെ അവരുടെ ഉള്ളിൽ നിന്ന് ഇത് പുറത്തേക്ക് വരും. അങ്ങനെ പറ്റിയതാണ് KM ഷാജിക്ക്. ഈ കേരളത്തിൽ വെച്ച് പറഞ്ഞതല്ല, മതമാണ് എന്ന ഡയലോഗ് കേരളത്തിൽ വെച്ച് വന്നതല്ല, അത് അറബ് നാട്ടിൽ വെച്ച് വന്നതാണ്. പക്ഷേ സോഷ്യൽ മീഡിയ കാലമായതിനാൽ ഇവിടെ അത് വൈറലായി എന്ന് മാത്രം. ഇനി ഈ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ 10 വർഷത്തിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗ് എടുത്ത, അതിൽ ചില മന്ത്രിമാരും MLA മാരും എടുത്ത പ്രഖ്യാപിത നിലപാടായിരുന്നു ഞങ്ങൾ നിലവിളക്ക് കൊളുത്തില്ല എന്നത്. ഈ തീരുമാനം പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ മാറിയത്? അതും പുരുഷൻ പോലുമല്ലാത്ത അവരുടെ ഏക വനിതാ MLA, ആ സ്ത്രീയാണെങ്കിൽ മതവേഷമാണ്, ഞാൻ വലിയ വിശ്വാസിയാണ് എന്ന് പ്രകടമായിട്ട് കാണിക്കാൻ വേണ്ടി തന്നെ ഹിജാബ് ധരിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി എന്തുകൊണ്ടാണ് ഇപ്പോൾ ആരും ആവശ്യപ്പെടാതെ തന്നെ നിലവിളക്ക് കൊളുത്തിയത്? അതിൻ്റെ ഉത്തരമാണ് നിങ്ങൾ നിയമസഭയിലേക്ക് നോക്കിയാൽ മാത്രം മതി. അവിടെ 3 BJPയുടെ MLA മാർ ഇരിപ്പുണ്ട്. അതാണ് കാരണം. ഞാൻ അതിന് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായി കാണുമല്ലോ. പിന്നെ മറ്റൊരു കാരണം കൂടിയുണ്ട്. മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഇവിടെ കിട്ടുന്നത് പരമാവധി 22-25 സീറ്റ് മാത്രമായിരിക്കും. അവർക്ക് കുറേ കാലം കൂടി, ഈ ജനസംഖ്യയൊക്കെ എത്ര വർദ്ധിപ്പിച്ചാലും കുറേ കാലം കൂടി ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് ഇരുന്നു കൊണ്ട് മാത്രമേ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുകയുള്ളൂ. അങ്ങനെ അധികാരത്തിൻ്റെ ഭാഗമാവാൻ അവർക്ക് പറ്റും. ഒറ്റയ്ക്ക് കേരളം ഭരിക്കാനുള്ള ആൾബലം ഇപ്പോഴും ആയിട്ടില്ല. അതിനാൽ കുറേ കാലം കൂടി ഇതുപോലെ മതേതരത്വം അഭിനയിക്കേണ്ടത് ആവശ്യകതയാണ് എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന്, BJP ഇവിടെ വളരുന്നു എന്ന ഭയം. ഇത്തവണ അവർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ തന്നെ ആ മാറ്റം പ്രകടമായിരുന്നു. മുൻപൊക്കെ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടിരുന്നവർ ഇത്തവണ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ എല്ലാവർക്കും വിളിക്കാവുന്ന ഒരു പേരുണ്ടല്ലോ, ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ. അങ്ങനെ ദൈവനാമത്തിലാണ് ഇത്തവണ സത്യപ്രതിജ്ഞ ചെയ്തത്. മാത്രമല്ല, ഭരണം തുടങ്ങി ഇത്രയും ദിവസം ആയതിനു ശേഷവും അവരിൽ നിന്ന് യാതൊരു വർഗീയപരമായിട്ടുള്ള ഒരു നീക്കമോ ഒരു പരാമർശമോ ഒന്നും ഉണ്ടാവുന്നില്ല. അതിന് പുറത്ത് നിൽക്കുന്ന, അതായത് ഈ സമസ്തയോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയോ സുഡാപ്പികളോ SDP ഒക്കെ പലതും പറയുന്നുണ്ടാവാം. പക്ഷേ ഇവർ വളരെ ജാഗരൂകരാണ്. തങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പിഴവ് പോലും ഉണ്ടാവരുത് എന്ന വലിയ ജാഗ്രതയിലാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയും അതിലെ MLA മാരും മന്ത്രിമാരും. അവർക്ക് വേണമെങ്കിൽ ഈ സ്ത്രീ, ഈ MLA കൊണ്ട് നിലവിളക്ക് കൊളുത്തണ്ട എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താമായിരുന്നു. പക്ഷേ അവർ
ദാ കണ്ടോ, മതവിശ്വാസിയായിട്ടും ഹിജാബ് ധരിച്ചിട്ടും ഞങ്ങളുടെ MLA ഇതാ നിലവിളക്ക് കൊളുത്തിയിരിക്കുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ബോധപൂർവം ഇത് ചെയ്തത്. ഇനി ഇതിനെ തുടർന്ന് ആ സമുദായത്തിൽ, അതായത് ഇസ്ലാം സമുദായത്തിൽ തന്നെ പല സംഘടനകളുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിഞ്ഞ് ഇതിനകം തന്നെ വിവാദങ്ങളുണ്ട്. പക്ഷേ ഇത് ഏറ്റുപിടിക്കാൻ അമുസ്ലിമായിട്ടുള്ള ആരും വന്നിട്ടില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനൊരു മാറ്റമുണ്ടായി എന്നതാണല്ലോ ഇതിൻ്റെ കാതലായിട്ടുള്ളൊരു ചോദ്യം. ആ മാറ്റമാണ് നിയമസഭയിലിരിക്കുന്ന 3 BJPയുടെ MLA മാർ. അതാണ് കാരണം. അത് ആണ് പ്രധാന കാരണം.